സാർ നമസ്കാരം. നമസ്കാരം. ദയാപരനായ കർത്താവെ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയുണ്ട് സാധാരണ ക്രൈസ്തവ സമൂഹത്തിന് മുന്നിൽ. ഇതുപോലെയാണ് ഇപ്പോൾ CMRL കർത്താവിനോട് പിണറായി വിജയനും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ, അതായത് CMRL കർത്തായുടെ ചില വെളിപ്പെടുത്തലുകൾ പിണറായി വിജയനും വീണ വിജയനും എവിടെയും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള വെളിപ്പെടുത്തലായി മാറുന്നു. ഇക്കൂട്ടത്തിലാണ് വീണ വിജയന് ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി, മറ്റൊരു കമ്പനി കൂടിയുണ്ട്, അതിൽ പങ്കാളിത്തം ഉണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഇന്നലെ പുറത്തു വരുന്നത്. അതിലുള്ള ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപ ED കണ്ടുകെട്ടിയിട്ടുണ്ട്, ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നാണ്. കൂടാതെ വീണ വിജയൻ്റെ അക്കൗണ്ടിലുള്ള 19 കോടി രൂപ അവർ നേരത്തെ തന്നെ അത് മരവിപ്പിച്ചിട്ടുണ്ട്. ആ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം അവരുടെ ഒരു ഐഫോൺ അടക്കമുള്ളത് ലോക്കർ നേരത്തെ തുറന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED വിളിച്ചു വരുത്തും എന്നൊക്കെ പറയുമ്പോഴാണ് നിർണായകമായ പല മൊഴികളും കർത്തയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. വീണ വിജയൻ ഒരു കാരണവശാലും സേവനം നൽകിയിട്ടില്ല, പണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിൽ നിന്നും വഴിവിട്ട സഹായം കിട്ടിയതിനാണ് പണം കൊടുത്തതെന്ന് പറയുന്നത്. ഇവിടെ കർത്തയ്ക്ക് വിനയാകുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഏതാണ്ട് 182 കോടി രൂപ കർത്ത ജനുവരി 182 കോടി രൂപയല്ല, ജനുവരി, അതായത് 2017 ജനുവരി മാസം മുതൽ നവംബർ മാസം വരെ വീണ വിജയന് 45 ലക്ഷം രൂപ കർത്ത കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഇൻവോയ്സും ഇല്ല. പിന്നീട് ചില ഇൻവോയ്സുകളൊക്കെ വീണ തൻ്റെ ഫോണിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കൂടാതെ കർത്ത അതിലും വലിയ ഒരു വൻ തട്ടിപ്പ് നടത്തിയതായി ED കണ്ടെത്തിയിരിക്കുന്നു. അതായത് കർത്തയുടെ തന്നെ മറ്റൊരു കമ്പനിയായ നിപുണ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. 182 കോടി രൂപ കർത്ത ഇതുപോലെ ചിലവെഴുതിയിട്ടുണ്ട്. അത് ഈ കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ സംബന്ധിച്ച് ചിലവുകളാണ് എഴുതി തള്ളിയിരിക്കുന്നത്. ഫ്രൈറ്റ്. അതെ. അപ്പോൾ ഈ 182 കോടി രൂപ എഴുതി തള്ളിയതിലും ചില വ്യത്യസ്തതകളുണ്ട്. ഞാൻ രാജ്മോഹൻ സാറിന് 1 കോടി രൂപ തന്നതായി കണക്കെഴുതുന്നു. ആ 1 കോടി രൂപ കണക്കിൽ രാജ്മോഹൻ സാറിൻ്റെ പേരിലുണ്ടാവും. അതിനടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറിലോ ആ 1 കോടി രൂപ രാജ്മോഹൻ സാർ എന്നെ ഏൽപ്പിക്കുന്നു. അതിനൊരു നിശ്ചിത ശതമാനം, താങ്കളുടെ പേര് എഴുതി ചേർത്തതിന് നിശ്ചിത ശതമാനം കമ്മീഷനായി താങ്കൾക്ക് കിട്ടുന്നു. ഇതാണ് CMRL ഈ 182 കോടി ചെലവെഴുതിയിൽ ഉണ്ടായിരുന്ന ഒരു തട്ടിപ്പതായിരുന്നു. പലർക്കും പണം കൊടുത്തതായി കാണിക്കുന്നു. ആ കൊടുത്ത ആളുകളിൽ നിന്ന് അപ്പോൾ തന്നെ പണം മേടിക്കുന്നു. അവർക്കൊരു നിശ്ചിത ശതമാനം മണി ലോണ്ടറിങ് കമ്മീഷൻ കൊടുക്കുന്നു. ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് കർത്ത നടത്തിയിരിക്കുന്നു. ആ കർത്ത തന്നെയാണ് പിണറായി വിജയനും മകൾക്കുമൊക്കെ പണം കൊടുത്തതായി പറയുമ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു. ദയാപരനായ കർത്താവെ, ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന പിണറായി വിജയൻ്റെയും വീണയുടെയും ഭാഗത്തു നിന്ന് കർത്താവിനോടുണ്ടാകുമ്പോൾ കർത്താവ് തന്നെ സാക്ഷാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവെ നീ തന്നെ എന്നെ കാക്കണമേ. കാരണം മൊഴികളെല്ലാം പരസ്പര വിരുദ്ധമായി മാറിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കേൾക്കുന്നു, ഗണപതി കല്യാണം പോലെ നാളെ നീളെ എന്നത് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്നു, 2026 അധികാരം വിട്ടൊഴിയുന്നു. ഇതുവരെയും പിണറായി വിജയന് ഒരു അന്വേഷണ ഏജൻസികൾക്കും അദ്ദേഹത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. പിന്നെ നിങ്ങൾ ഈ പറയുന്നതിൽ എന്താണ് കാര്യം എന്ന് നമ്മുടെ തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നു. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് താങ്കൾ പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ മണി ലോണ്ടറിങ്ങിൽ വീണ വിജയന് നേരിട്ട് പങ്കാളിയാണ്. അതായത് 50 ലക്ഷം രൂപ ഇവർക്ക് ലോൺ കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കടം വീട്ടിയത് ഇയാൾ തന്നെ. അത് അവരുടെ എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിക്ക് ആ കടം വീട്ടിയതും കർത്താവ് തന്നെ. അതെ, കടം കൊടുത്തതും കർത്താവ്, ആ കടത്തത്തിന്റെ തുക വീട്ടിയതും കർത്താവ്. എംപവർ ഇന്ത്യ എന്ന കമ്പനി. അപ്പോൾ നമ്മൾ ഈ സർവശക്തനായ കർത്താവ് എന്ന് വിളിക്കുന്നത് സ്വല്പമൊക്കെ കാര്യമുണ്ട്, അത് പോട്ടെ. പക്ഷേ ഇനി കർത്താവ് എനിക്ക് കണക്ക് അങ്ങോട്ട് നമുക്ക് ദഹിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ ടേൺ ഓവറും വോളിയവും കിട്ടാനുള്ള ലാഭത്തിൻ്റെ സാധ്യതകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ 100 കോടി രൂപ 150 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അല്ല എന്നൊരു തോന്നലുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ പൂജ ഇട്ടുകൊണ്ട് വരേണ്ടി വരും. തീർച്ചയായും. അല്ലെങ്കിൽ അത്രയും ഗൗരവത്തിൽ കേസ് ഇതുപോലെ നീണ്ടു പോവുകയില്ല. ഇത് വളരെ തുച്ഛമായ തുകയുടെ ഏർപ്പാടേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അല്ല, സാറ് പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഞാൻ ഇടയിൽ കയറി പറയുകയല്ല. കർത്ത 182 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ
കർത്ത നടത്തുന്ന ബിസിനസ് സംബന്ധിച്ച് നോക്കുമ്പോൾ 182 കോടി രൂപ സാധാരണക്കാരൻ ഒരു കോടി കപ്പലണ്ടി മേടിക്കുന്ന ഒരു ലാഘവത്തോടു കൂടി തന്നെയായിരിക്കും കർത്ത അത് ചെലവഴിതിരിക്കേണ്ടത്. കാരണം അത്രത്തോളം ഹ്യൂജ് എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ വലിയ വലിയ സഹസ്ര കോടികളുടെ ഇടപാടാണ് കർത്ത നടത്തിയിരിക്കുന്നത്. ആ സഹസ്ര കോടികളുടെ ഇടപാട് നടത്തുമ്പോൾ ഇവിടെ ഈ 182 കോടി രൂപ ചെലവഴിക്കുന്നത് സാധാരണക്കാരൻ ഒരു കൂടി കപ്പലണ്ടി മേടിക്കുന്ന ലാഘവത്തോടു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ ഇത് വലിയൊരു കുറ്റകൃത്യം തന്നെയായിട്ടിരിക്കുന്നു. 1 രൂപയുടെ അഴിമതിയും 100 രൂപയുടെ അഴിമതിയും 1 കോടിയുടെ അഴിമതിയും നിയമത്തിൻ്റെ മുന്നിൽ അഴിമതി തന്നെയാണല്ലോ. അല്ല, കർത്താവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ കണക്കൂട്ടുന്ന കർത്താവിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവുമായി ബന്ധപ്പെട്ട കർത്താവിന് കിട്ടേണ്ട അല്ല ന്യായമായ സ്വത്ത്, റിസോഴ്സസ് ഇതെല്ലാം കർത്താവ് സെക്യൂറാക്കിയിട്ടുണ്ട്. കാരണം എല്ലാ 10 പൈസ വീണാ വിജയന് കൊടുത്തിട്ട് കർച്ചീഫ് മേടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതുപോലെ കണക്കിൽ കാണും. അപ്പോൾ കർത്താവ് കണക്കുകളെല്ലാം ശരിയാക്കി കർത്താവിൻ്റെ ഭാഗം സേഫായിട്ട് നിർത്തിയ ശേഷമായിരിക്കും ഉറപ്പായിട്ട് ഇത്തരത്തെ റെഗുലേഷൻ നടത്തുന്നത്. അപ്പോൾ കർത്താവിന് ഇനി എന്നാ വന്നാലും കുഴപ്പമില്ല, അതിന് കിട്ടുന്ന ശിക്ഷ ഇത്രയായിരിക്കും. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റോ ഫിനാൻഷ്യൽ ഏതെങ്കിലും തരത്തിലുള്ള രീതി ടാക്സ് വിട്ടീരോ ഒക്കെ പറഞ്ഞ് ഇത് പറയാം, അതിൻ്റെ ശിക്ഷ മേടിക്കാൻ തയ്യാറായിട്ടാണ് കർത്താവ് നിൽക്കുന്നത്. ഇവർക്ക് നഷ്ടപ്പെടുന്നത് പൊളിറ്റിക്കൽ പവറാണ് നഷ്ടപ്പെടുന്നത്. ഈ കുടുംബം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പവറുണ്ട്. അത് 10 കോടിക്കോ 100 കോടിക്കോ 1000 കോടിക്കോ 10000 കേരള ബജറ്റിനേക്കാളൊക്കെ വലിയ തുകയായിരിക്കും. ആ പൊളിറ്റിക്കൽ പവർ ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ബാക്കി അതിൻ്റെ പണിഷ്മെൻറ്റിലൂടെ അടുത്ത് വരാൻ പോകുന്നത്. പവർ നഷ്ടപ്പെട്ടതിന് ശേഷം കിട്ടുന്ന പണിഷ്മെൻറ്റ്. പവർ നഷ്ടപ്പെട്ടാൽ എവിടെയെങ്കിലും പോയി താമസിക്കാനുള്ള പൈസ അവർക്കുണ്ട്. ദുബായിൽ ചെന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, വീണാ വിജയൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവർ സഹായിക്കും. അവിടെ ഇവിടെയൊക്കെ ഈ അബുദാബിയിലും അതുപോലെ ബഹ്റിനിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ചില ഞെട്ടിക്കുന്ന കണക്കുകൾ സുഷമ സ്വരാജ്, സ്വപ്ന സുരേഷ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെ നടത്തി അവിടം വരെ പോവും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് CPM-കാരുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പിണറായി വിജയനെ എന്തു ചെയ്യും? നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആരെങ്കിലും കൊന്നു കഴിഞ്ഞ് ശവം എവിടെ കൊണ്ട് ഒഴിവാക്കുമെന്ന് ചോദിച്ച് നടന്മാർ ശ്രീനിവാസനൊക്കെ ഇങ്ങനെ പാഞ്ഞ് നടക്കും പലയിടത്തൂടെ, വണ്ടിയിലും ജീപ്പിലും. ഈ ശവം എവിടെ കൊണ്ട് വയ്ക്കും? പിണറായി വിജയൻ്റെ കാര്യത്തിൽ CPM-ൻ്റെ പല ഇടത്തരം നേതാക്കന്മാർക്കുള്ള പ്രതികരണം അതാ, ഇങ്ങനെ എന്നാ ചെയ്യും? അത് ആ ചോദ്യത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ താങ്കൾ പറഞ്ഞ കേസിൽ ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് നീണ്ടാൽ, പിണറായി വിജയനെ അറസ്റ്റിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ CPM-ന് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അല്ല, അപ്പോൾ അത് അതിന് മുമ്പ് എന്തെങ്കിലും ഇവർക്ക് ചെയ്യണം. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞൊരു അവസ്ഥയിൽ തന്നെ CPM ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് CPM-ൻ്റെ സംസ്ഥാന സമിതി കൂടുകയുണ്ടായി. ഇനി അത് സെപ്റ്റംബർ 13-ാം തീയതി വിപുലീകരിച്ച മറ്റൊരു സംസ്ഥാന സമിതി കൂടുന്നു. ഇതിൻ്റെ എല്ലാം പുറകിലുള്ള കാര്യം ഈ CPM-ന് ഇത്രത്തോളം നാണം കെട്ട തോൽവി സമ്മാനിച്ചത് പിണറായി വിജയൻ എന്ന കേരളം 10 വർഷം ഭരിച്ച CPM-ൻ്റെ മുഖ്യമന്ത്രിയും CPM-നെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്ന CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനാണെന്നുള്ളത് തർക്കമില്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവരെ പുറത്ത് കളഞ്ഞാലേ ഇനി പാർട്ടിക്ക് അധികാരത്തിലേക്ക് ജനങ്ങളുടെ വിശ്വാസം സ്വീകരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും, പാർട്ടി വളരെയുള്ളൂ എന്ന് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ നാണക്കേട് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്, പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ ഇനി തലസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു കാരണവശാലും CPM-ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് വരെയുള്ള ചർച്ചകൾ നിങ്ങൾക്ക് ആകാമെന്നാണ് MA ബേബി കഴിഞ്ഞ തവണ ഈ സംസ്ഥാന സമിതിയിൽ തുറന്നു പറഞ്ഞത്. ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ഡയറക്ഷൻ. അതായത് ഇവരെ പുറത്താക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം, എങ്ങനെ വേണം, ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തുറന്നു പറയാമെന്ന് പറയുമ്പോൾ ഇവരുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇത് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഓണറബിൾ മാന്യമായി പിണറായി വിജയന് അസുഖം പറഞ്ഞോ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് മാറാനുള്ളൊരു ചാൻസ് ഈ കേസ് ഇങ്ങനെ വന്നതോടുകൂടി, ക്രിമിനൽ കേസായിട്ടും മറ്റു രീതിയിലും ലോണ്ടറിങ് കേസൊക്കെ ആയിട്ട് വന്നതോടുകൂടി പിണറായി വിജയൻ ആ രീതി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി. കുറ്റവാളി എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ പാർട്ടി ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകുന്നത്. മറിച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ അസുഖം കാരണം ഞാൻ സ്ഥാനത്തേക്ക് വരുന്നില്ല, പോവാന്ന് പറഞ്ഞ് മാറി നിൽക്കായിരുന്നു. അല്ലാതെ എപ്പോഴായാലും ഈ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കുമ്പോൾ അവിടെ വീണാ വിജയൻ എന്ന് പറഞ്ഞതൊരു ഡമ്മിയായി നിൽക്കുകയും യഥാർത്ഥ പ്രതി പിണറായി വിജയനായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണുന്നത്. ഈ കർത്ത പറഞ്ഞു വെച്ചേക്കണതും അടിവരായിട്ട് പറഞ്ഞു തന്നെയാണ്, എനിക്ക് വീണയെ അറിയില്ല, മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലാണ് എനിക്ക് വീണ അറിയാൻ സഹായം ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ കേസ് വരുമ്പോൾ പിണറായി വിജയൻ എന്തായാലും പെടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നത് പിണറായിക്കും അറിയാം. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഏതെങ്കിലുമൊക്കെ വകുപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോടികൾ ഉപയോഗിച്ച് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചൊക്കെ രക്ഷപ്പെടാമെന്നുള്ള ധാരണ ഒരുപക്ഷെ ഈ എന്ത് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുമല്ലോ. പക്ഷെ അതൊന്നും സാധ്യമാകാത്ത അവസ്ഥയിലേക്ക് സ്വന്തം നിലനിൽപ്പ് പോലും പാർട്ടിയിൽ പരിങ്ങലായിരിക്കുന്ന അവസ്ഥയിൽ പിന്നെ അധികാരം ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത അവിടെ കുറവാണ്. പിന്നെ പണം
ഈ പണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന മാത്രമേ ഇനി നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. വെറും ഗാന്ധിയാണോ, ചിരിക്കുന്ന ഗാന്ധിയാണോ എന്ന് കാത്തിരുന്ന് കാണാം.